ഹായ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്തെന്ന് വെച്ചാൽ അമ്മ പല്ലെടുക്കാൻ പോവുകയാണ് അല്ലേ അമ്മ? പറ അങ്ങോട്ട് വല്ല. പല്ലെടുക്കാൻ പോണു ഇന്ന്. പിന്നെ ചെടികളുടെ അടുത്ത് നിന്ന് ചെടിയുടെ അടുത്ത് നിന്ന് സത്യം പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ്. അമ്മയ്ക്ക് വീഡിയോയിൽ എന്തിന് പറയണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അമ്മയിലെ മണ്ടത്തരം പറയുന്നതൊക്കെ പറയുന്നത്. ഇതാണ് അമ്മ, കാണാത്തവർക്കാണ്ട് ഇതാണ് അമ്മ കേട്ടാ. മിക്ക വീഡിയോയിലും അമ്മയുടെ വീഡിയോ എനിക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് വീഡിയോ പാതി മുക്കാലും അമ്മയുടെ ആണെന്ന് തോന്നുന്നു, അമ്മയുടെ തന്നെ. അപ്പം കാണാത്തവർക്ക് ഇതാണ് അമ്മ. എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ അമ്മയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഔട്ടായി കിടക്കുകയാണ്. അപ്പം പല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണാം. നമുക്ക് ചെടിയുടെ അടുത്ത് പോയി നിൽക്കാം. കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ അതോ അടുക്കളയിൽ ഇതാ മീൻകറി വെക്കാനുള്ള സെറ്റപ്പിലാണ്. ഇതുകൊണ്ട് ബാക്കിൽ നിന്നാൽ കാണാം. ഇനിയിപ്പം കുളിച്ച് മുടി തോന്നില്ല, മുടിയെല്ലാം കൂടെ കണാവണമെന്ന് പറഞ്ഞ് മുടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം എന്താ പറയുക, അമ്മയും കൂടെ കുളിച്ച് ഫ്രഷായി ഒന്ന് പോകണം, ആശുപത്രിയിൽ പോകണം. എൻ്റെ അമ്മയുടെ അകത്തുള്ള പല്ല് ഓൾറെഡി കേടായി ഇരിക്കുകയായിരുന്നു. അപ്പം ഡോക്ടർ അടയ്ക്കാൻ പറ്റുമോയെന്ന് പറഞ്ഞില്ല. അത് അല്ലെങ്കിൽ പോടടയ്ക്കാൻ പറ്റുന്നെങ്കിൽ പോടടച്ച്, അല്ലെങ്കിൽ എടുത്ത് കളയാനേ പറ്റും നമുക്കേ. അപ്പം ഇന്ന് ആശുപത്രി ചെന്നിട്ട് നോക്കട്ടെ. പോടടയ്ക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ പോടടയ്ക്കാം, അല്ലെങ്കിൽ അത് എടുത്ത് കളയും. കാരണം എന്ന് വെച്ചാൽ നല്ല വേദനയല്ലേ. പല്ലുവേദന വരുമ്പോഴത്തേക്കും, പല്ലുവേദന വന്ന മിക്ക ആൾക്കാർക്ക് അറിയാം, ഭയങ്കര വേദനയാണ്. എനിക്കങ്ങനെയില്ല. അമ്മ കിടന്നിങ്ങനെ നിലവിളിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതൊന്നും ഒരു തീരുമാനമായി, പല്ലിൻ്റെ കാര്യത്തിന് തീരുമാനമായി. അത് തല്ലി പൊട്ടിച്ചെന്നെടുത്ത് കളയും ഞങ്ങൾ. അമ്മ അവിടെ നിന്ന് ഒരു ഓയി പറ, ഒരു ഹായ് പറഞ്ഞ. ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിൽ നോക്ക്. ഇരുട്ടായോണ്ട് കാണാൻ പറ്റത്തില്ല. ഒരു കൈയുടെ നിഴൽ ബാക്കിൽ നിന്ന് കാണുന്നുണ്ട്. വരുന്നുണ്ട്. കൊറേ ഹായ്. ഓക്കെ മതി. അപ്പം അമ്മ കറി അടുപ്പത്ത് വെച്ചിട്ട് അമ്മ പോയി കുളിക്കും. കുളിച്ചിട്ട് നമ്മൾ ആശുപത്രി പോകും. അപ്പം ആശുപത്രി ചെന്നിട്ടുള്ള വീഡിയോ ചേട്ടാ. ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോവാട്ടോ. നോക്ക്, ചിരിച്ചും കളിച്ചൊക്കെ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പല്ല് മൊത്തവും ഇടും. പരവ് കഴിഞ്ഞിട്ടുള്ള നെടുങ്ങോലം പുക്കുളത്ത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പം അവിടെ നടക്കും. ഇനി ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. നടന്ന് ഇനി പോയി ബസ് കയറണം, പോകണം. അങ്ങനെ വണ്ടിയും കിണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്ന് തന്നെ പോകണം. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ്. ഞങ്ങളിത് ആശുപത്രിയിലെത്തി. ഇവിടെ വാർത്ത ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പം എന്താ പറയുക, ഒരു ഹോസ്പിറ്റലല്ലേ, അതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് അവരെന്തെങ്കിലും വിചാരിക്കും. വാർത്ത ഇട്ടിരിക്കുന്നു, അപ്പം നല്ല ശബ്ദമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അമ്മയുടെ അടുത്തിരിക്കുന്നുണ്ട്, ചീരകീണ്. ഇപ്പം പല്ലെടുക്കും. നെടുങ്ങോലം കഴിഞ്ഞ് പുക്കുളം സ്റ്റോപ്പുണ്ട്. അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ആശുപത്രി കൊള്ളാം. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അമ്മ ഇതിനു മുന്നേ ഹോസ്പിറ്റലിലാണ് പല്ല് കാണിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെയും അവിടെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തോ ഇവിടെ പല്ലിൻ്റെ എന്താണെങ്കിലും അത് സൂപ്പറായിട്ട് നോക്കും എന്ന് അമ്മ പറഞ്ഞായിരുന്നു. കാരണം അമ്മയ്ക്കൊരു പല്ല് വേദന വന്നാൽ അമ്മ ഇവിടെയാണ് വരുന്നത്. കൊള്ളാം. ഇപ്പം പല്ലിടിക്കും. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അകത്ത് പേഷ്യൻ്റുണ്ട്. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ അമ്മയ്ക്കന്നെ ശരിയായിരുന്നു. അപ്പം ആശുപത്രി സമയം അടുത്ത ആൾക്കാർ പേഷ്യൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു ആളേ ഉള്ളൂ പുറത്ത്. പിന്നെ ഞാനും ഇരിക്കുന്നുണ്ട്. അകത്ത് നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ആശുപത്രി ഒരു വീട് പോലെയുണ്ട് സംഭവം. അപ്പം എന്താ പറയുക,
അമ്മ പല്ലെടുത്തിട്ടുള്ള എക്സ്പ്രഷൻ കാണാം നമുക്ക് എന്തുവാണ് കേട്ടോ. എടുത്തിട്ട് വരാം. ഈ പല്ലെടുത്തില്ല, പല്ല് എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പല്ല് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞത് പല്ലിന് നല്ല ബലമുണ്ട്, പിടിച്ച് നിൽക്കുന്ന നല്ല ബലമുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞത് അടയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല കേടുണ്ട്, അത് അടയ്ക്കാമെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് പല്ല് ഓൾറെഡി എടുത്ത് ഈ സൈഡിലാണ് എൻ്റെ അമ്മയ്ക്ക് പല്ലില്ല. അപ്പോൾ ഇനി പുതിയ പല്ല് വെക്കണം. ഇപ്പം റോഡിലാണ്, നട റോഡിലാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളാണ്. വീട്ടിൽ വന്ന് ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് മുകളിലത്തെ പല്ലാണേ. അപ്പോൾ അത് നല്ല ബലമുണ്ട്, അത് എടുക്കണ്ട. പക്ഷെ നല്ല കേടുണ്ട്. അപ്പം അത് കോഡ് അടയ്ക്കാമെന്ന് പറഞ്ഞ്, വേറെ കുഴപ്പമില്ല. പിന്നെ വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും വെള്ളിയാഴ്ച അത് അടയ്ക്കും. ടവലിൽ മൊത്തം ഇറമ്പാണെന്ന് തോന്നുന്നു. ഞാൻ മുഖം തുടയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ടവൽ എടുത്തായിരുന്നേ, അക്ഷയ കിടക്കിയിരുന്നു. അതിനകത്ത് മൊത്തം ഇറമ്പാണെന്ന് തോന്നുന്നു. എന്നെ കടിച്ച് വരച്ചു ചെന്നാ ഭിന്നെ ആക്കി കളഞ്ഞിരിക്കുന്നു. ഇതും ഫുഡൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം അമ്മ വൈകിട്ട് ഇനി ജോലിക്ക് പോകും. ഇനി പോയിട്ട് അമ്മ ഒരു രാത്രി ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും വരും. ഒരു 4 മണിയാകുമ്പോൾ അമ്മ പോകും. 4 മണിക്ക് പോയാൽ പിന്നെ അമ്മ 7:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അപ്പം എന്താ നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ബേക്കറി ഞങ്ങളുടെ അവിടെ ഒരു മാവിൻ്റെ കൂടെ ഉണ്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ. അവിടെ ബേക്കറി കയറി അമ്മ ഷാർജയും കുടിച്ച്, ഞാനൊരു ഡ്രിങ്ക്സും കുടിച്ച്. എനിക്ക് ഷാർജ എപ്പോഴും കുടിച്ച് ഇതായൊരു അത് ഇഷ്ടമല്ലാതെ ആയി. ഇപ്പം കഴിക്കത്തില്ലെന്നല്ല, കഴിക്കും ആവശ്യത്തിന്. ഇപ്പം കഴിച്ചാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. മറ്റേത് ഞാൻ അമ്മയും കാട്ടി മുന്നേ നിൽക്കുന്ന ഷാർജ മേടിച്ച് തരാം. തവണ എനിക്ക് ഷാർജ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ കഴിക്കാനൊരിതില്ല. അങ്ങനെ ഇപ്പം അമ്മ മരക്കമ്പ് അവിടെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ കാർത്തികയാണ്. അപ്പം കാർത്തികമായിട്ട് നമുക്ക് ഈ അരിയോരക്കമ്പ് അതിനകത്ത് തുണിയൊക്കെ ചുറ്റി വിളക്കെണ്ണ അതിനകത്തൊക്കെ വെച്ച് കത്തിച്ച് അരിയോര വിളിക്കുമല്ലേ, ആ കമ്പ് അമ്മ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പ് ഉണക്കണം. അപ്പോഴേക്കും ഇന്നത്തെ ഒരു വെയിലണിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഉണങ്ങും. അത് അമ്മ ചീകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നു, ഉറുമ്പ് കടിച്ച് ചൊറിയുന്നു അവിടെ ഇവിടെയൊക്കെ. നെയ്യുറുമ്പ് അടിച്ചാൽ നല്ല സുഖമായിരിക്കും. അങ്ങനെ ഇനിയിപ്പം ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഒരു ഡ്രിങ്ക്സ് മാത്രമെല്ലാം കുടിച്ചോളായിരുന്നു. അന്നുടനെ മുഖമെല്ലാം കഴുകി കണ്ണിൽ വരച്ച കരിയൊക്കെ അങ്ങ് പോയപ്പോൾ നല്ല ആശ്വാസമുണ്ട്. സത്യം പറയല്ലേ, നമ്മൾ അങ്ങോട്ട് ഒരുങ്ങി കിട്ടി പോകുമ്പോഴത്തേക്കും ഭയങ്കര റിച്ച് ലുക്കിലൊക്കെയാണ് പോകുന്നത്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നല്ല കൂറ ലുക്കാണ്. എന്താ പറയുക, കാർത്തികമായിട്ട് നാളെ നിങ്ങളെ എല്ലാവരെയും വീട്ടിലും നല്ല എന്താ പറയുക ചീനിയും കപ്പച്ചീനി മരച്ചീനി എല്ലാം പുഴുങ്ങി എല്ലാവരും സന്തോഷത്തോടെ കഴിക്കട്ടെ. പിന്നെന്താ പറയുക, നന്നായിട്ട് കാർത്തിക ആഘോഷിക്കാൻ പറ്റട്ടെ. എന്താ പറയുക, ഇനിയിപ്പം അമ്മ പോയി ഞാൻ പോസ്റ്റാണ്. ഇനിയിപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് ഒന്ന് കിടന്നുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. നമ്മൾ നേരത്തെ പോയി ഭയങ്കര ആൾക്കാരായതുകൊണ്ട് താമസിച്ചാണ് വന്നതേ. ഇനിയിപ്പം വല്ലതൊക്കെ കഴിച്ച് കിടന്നൊന്ന് ഉറങ്ങണം. കഴിച്ചിട്ട് വൈകിട്ട് ചായയൊക്കെ ഇടണം. കുറച്ച് പണിയുണ്ട്, വിളക്ക് കൊളുത്തണം. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു ഫുൾ വീഡിയോ. നിങ്ങൾക്കറിയാലോ, ഞാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. ഞാൻ നോർമലി വീഡിയോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾ പരമാവധി എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കേട്ടോ. കേട്ടോ അറിയിക്കണം. ഞാനില്ല കോടീശ്വരിയാണ് അല്ലെങ്കിൽ മറ്റേ അവളാ മറച്ചെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ തള്ളി പറയേണ്ട ഒരു കാര്യമില്ല. അപ്പം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനൊരു പാവപ്പെട്ട വീട്ടിലാണ്. എൻ്റെ വീട് കണ്ടിട്ടുണ്ട് നിങ്ങൾ, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്താൽ എനിക്ക് തുടർന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സപ്പോർട്ട് ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് വൈകിട്ട് കാണാം. വൈകിട്ട് ഞാൻ വീഡിയോ എടുക്കും. എന്താ പറയുക, നന്നായിട്ട് വിയർക്കുന്നു. മഴയ്ക്കാണോ എന്തോ, പക്ഷെ നല്ല ചൂടുണ്ട്, നല്ല കോളും വരുന്നുണ്ട്. ചൂടുമുണ്ട്, അതിനനുസരിച്ച് നല്ല മഴക്കോളും ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പം എൻ്റെ 3 പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് ചക്കുരു, ഒന്ന് ശ്രീകുട്ടനും ശ്രീകുട്ടീനെ കാണിച്ചു തരാം. വേണ്ടേ, ഇതാണ് ശ്രീകുട്ടി അവിടെ കിടക്കുക കേട്ടോ. 3 പേരുണ്ട്. എനിക്ക് 3 കൊച്ചുങ്ങളാണ്. 3 കൊച്ചുങ്ങളെ ചേച്ചിയാണ് ഞാൻ. 3 പേരും എന്താ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. രാവിലെ ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടാണ് പോയത്. ഒരു 12 മണിയും ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് പോയത്.
ഇനിയിപ്പം ഞാൻ കഴിക്കുന്നേരം അവിടെ വെയിറ്റ് ചെയ്യും, കാരണം എൻ്റെ നിന്ന് പറ്റാമല്ലോ അവർക്ക്. ഇപ്പം കഴിക്കട്ടെ, പാവം അവരും വിശന്നിരിക്കുന്നു, ഞാനും വിശന്നിരിക്കുന്നു. അല്ലൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതാ സന്ധ്യയായിരിക്കുകയാണ്. ഞാൻ കുറച്ച് വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മറന്നുപോയി. കാരണം എന്ന് വെച്ചാൽ പഠിക്കാനുണ്ടായിരുന്നു. ഈ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഫോണും കൂടെ എടുത്ത് വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വീഡിയോയിലോട്ടായിരിക്കും ശ്രദ്ധ മൊത്തം പോകുന്നത്, പഠിത്തത്തിലോട്ട് ശ്രദ്ധ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാതിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. പഠിച്ചിട്ട് കുറച്ച് നേരം കിടക്കുകയായിരുന്നു, തലവേദനയായിരുന്നു. കിടന്നിങ്ങനെ എണീറ്റപ്പോൾ നല്ല വിശപ്പായി. അപ്പം ചോറൊന്നുമില്ല, ഞാൻ ചീനിയും നല്ല ചാള മീൻകറിയും ഉണ്ടമുളക് ഇട്ട് വെച്ചതുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ അതെടുത്ത് കഴിക്കാമെന്ന്, കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വെച്ച്. അപ്പം ഫുഡ് കഴിച്ച്. അമ്മ ഇതുവരെ വന്നില്ല. അമ്മ താമസിക്കും, 7-7:30 വരാൻ. സമയം ഇപ്പം 7:30 ആയി. അപ്പം പാവം അങ്ങന്ന് ഇവിടെ മേലെ വരണം, നടന്ന് വരണം. അമ്മ പരവൂര് ശ്യാമ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. പരവൂര് നമ്മുടെ നിങ്ങൾക്കറിയായിരിക്കും, പരവൂര് മേപ്പാലത്തിൻ്റെ അവിടെ ആയിരിക്കും. മേപ്പാലത്തിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് ശ്യാമിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. ഷീബ എന്നൊക്കെ പറയും. ശ്യാമിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴേ മിക്ക ആൾക്കാർക്കും അറിയത്തുള്ളൂ. കാരണം ആ സാറിൻ്റെ പേര് ശ്യാം എന്നാണ്. അപ്പോൾ ആ സാറിൻ്റെ ആ പേര് പറയുമ്പോഴേ അറിയൂ ശ്യാമിൻ്റെ ഹോസ്പിറ്റൽ എന്ന്. അപ്പോൾ അവിടെയാണ് അമ്മ ജോലി ചെയ്യുന്നത്. അപ്പം ലേറ്റ് ആവും വരാൻ. വണ്ടിയൊന്നുമില്ല, അമ്മ നടന്നാണ് വരുന്നത്. അപ്പോൾ ഒരു വണ്ടി എടുക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പം ബഡ്ജറ്റ് ഇല്ല. കാരണം ഇപ്പം നമ്മൾ ഇത്തിരി ടൈറ്റിൽ നിൽക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞ് വണ്ടി എടുക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ കുറച്ച് കടങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ കൊണ്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇരിക്കുമ്പോൾ ആലോചിക്കാം, ഞാൻ പറയാം വണ്ടി എടുത്താൽ ഞാൻ ഇപ്പോൾ ഓട്ടിക്കാന്ന് പറയും. പക്ഷെ അങ്ങനെ പറയത്തേ ഉള്ളൂ കേട്ടാ. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അറിയാം എന്തു ആവും. ഞാനൊക്കെ വണ്ടി ഓടിച്ച പൊളിയായിരിക്കും. അപ്പം എന്താ പറയാ, അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. എന്താണ്ട് ഞാൻ രാത്രിയാവുമ്പോൾ മുടി എണ്ണ തേച്ചിടാണ്ടേ തെന്നി തുമ്പ് മടക്കി വെച്ച് കെട്ട്. എന്താ അച്ഛൻ വന്നു. അച്ഛൻ അവിടെ ഇരുന്ന് ടോപ്പ് സിംഗർ കാണുന്നു. ഞാൻ റൂമിനകത്ത് കയറി, ഞാനത് കാണത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് TV കാണാൻ വലിയ താല്പര്യമില്ല. എനിക്ക് പഴയ നല്ല പടം, ഈ മഴവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, അങ്ങനത്തെ സിനിമയൊക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റൊരു മൈൻഡ് കഴിക്കുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സിനിമ കാണത്തില്ല. ഫുൾ ടൈം ഫോണിൽ തന്നെ. ഫോണിൽ യൂട്യൂബിൽ ഓരോ ചതിക്കാത്ത ചന്തു അങ്ങനത്തെ കോമഡി സിനിമ അങ്ങനെയൊക്കെ ഇരുന്ന് കാണും. വീട്ടിൽ TV കാണാൻ എനിക്ക് തോന്നുമ്പോൾ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ കാണത്തുമില്ല. അപ്പം അമ്മ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പം അമ്മ വരെ ഇത്തിരി ലേറ്റ് ആവും. അപ്പം ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചായിരിക്കും അമ്മ ചോറ് വരുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ മൈൻഡ് ആകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ തോന്നത്തില്ല എനിക്ക്. ഉറക്കത്തിൻ്റെ പിച്ചിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറയും. അതുകൊണ്ട് എന്താ പറയുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ ഞാൻ ഉയർന്നു പോകുന്നത് വരെയും അവിടെ എത്തുന്നത് വരെ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും അവസാനം പറയുന്നത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് അതാണ്. ഞാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നോർമലി വീഡിയോ എടുത്ത് അങ്ങനെ ഇടുന്നതേ ഉള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. അതുമല്ല, എൻ്റെ ഫോണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ അതിൽ തന്നെ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് വീഡിയോ എഡിറ്റ് കുറേ നേരം കൊണ്ട് ഈ താക്കോൽ എൻ്റെ കൈ കിടന്ന് ഇങ്ങനെ ഇട്ട് അടിക്കുകയാണ്. താക്കോൽ കൈയിടുക ഇങ്ങനെ വെച്ച് ഞാൻ സംസാരിച്ചത്. അപ്പം ഈ കൈ കയറി അടിക്കുമ്പോൾ നല്ല സുഖം താറ്റും. നമ്മുടെ മുട്ടിൻ്റെ അവിടെ അടിക്കുമ്പോഴത്തേക്കും നല്ല സുഖമാണ്. അപ്പം എന്താ പറയുക, മൈൻഡ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഇരുന്ന് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഉമ്മ.